എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന വേഷം ഇപ്പോൾ പറഞ്ഞതിന് വിവാദമാവും ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ സഞ്ജേട്ടൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു ഓഡിഷൻ പോലെ എടുക്കണേക്കുള്ള ഒരു സഞ്ജേട്ടൻ കുറേ സംസാരിച്ചപ്പോൾ എന്നെ എന്ന് കാസ്റ്റ് ചെയ്യുന്നത് അനൂപേൻ്റെ ക്യാരക്ടറിനെ 150 കിലോമീറ്റർ 2 മണിക്കൂർ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് വരാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കൊണ്ട് മാറിക്കളഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പല ഇൻസിഡൻസും ഒരുപാട് കാരണം വെച്ചാൽ അങ്ങനെ വരെ പോയി. പിന്നെ രാജേഷേട്ടൻ ആ സമയത്ത് അടുത്ത് തുടങ്ങിയടാ ഞാൻ ഇത്രമാത്രം ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ആ വേഷം തന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം പ്രശ്നം വന്നാൽ അതും കൂടി നമ്മുടെ ചേട്ടൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഈ അഭിനയിക്കാനുള്ള കൊതിയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ ഇത് ഒരു തവണ ഷൈൻ ടോമിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ തനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോമിൻ്റെ അടുത്ത് ഈ കഥ എൻ്റെ അടുത്ത് പറയുക. എന്നിട്ട് ഷൈൻ ടോം ചിരിച്ചു. ഞാൻ പറഞ്ഞു ഷൈനെ നമ്മൾ ബന്ധം വെച്ച് പറയാണ്. അത് എനിക്ക് ഭയങ്കര വേദനാജനമായ ഒരു കഥയാണത്. ഷൈൻ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ സ്വഭാവമായിരിക്കില്ലാട്ടോ പറഞ്ഞു. അവിടെ നിർത്തി. മെഡിസിൻ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയുടെ പുറകെ നടക്കുന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. ഏറ്റവും തിരക്കുള്ള ഫ്രീലാൻസേഴ്സിൽ ഒരാളായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ആശുപത്രികളിലെ ഏറ്റവും തിരക്കുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൽ ഒരാളായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം സംസാരിച്ചതും അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ ഷാഫിക്ക് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് തോന്നിയ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഷാഫിക്ക പറഞ്ഞതിൽ നിന്ന് അത്ര പന്തിയല്ല എന്ന് എനിക്ക് തോന്നുമെങ്കിൽ ഇപ്പം നമ്മൾ മാധ്യമ പ്രവർത്തകരെ താഴ്ത്തി പറയല്ല. ഞാൻ ഒരാളെ പേരും പറയുന്നില്ല. പക്ഷെ എൻ്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകനെ വിളിച്ചു, റോണി ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി മൂപ്പര് വിളിച്ചപ്പോൾ ഞാൻ പറയുന്ന ഷാഫിക്ക് അത് ഈ RCT ചെയ്തതിൻ്റെ ഇഷ്യൂ ആണോ? എൻ്റെ അടുത്ത് പുള്ളിയുടെ തന്നെ ഒരു ബന്ധു പറയാണ് RCT എന്ന് റോണി പറഞ്ഞ സാധനം പലരും വായിച്ചത് RCC എന്നാണ്. ചെറുപ്പം മുതലേ ഒബ്സർവർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യാൻ. അല്ല നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണല്ലോ മമ്മൂക്ക. എൻ്റെ ഏറ്റവും വലിയ ഒബ്സർവർ ആണല്ലോ മമ്മൂക്ക. നമുക്ക് ഭയങ്കരമായിട്ട് ഈ സ്ലാങ്ങുകൾ പിടിക്കുന്നതിനും ആൾക്കാരുടെ പരിപാടി ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാ സാറേ. അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞാനിട്ട് നടന്ന് അടുത്തെത്തി കഴിഞ്ഞു നീണ്ടു വന്നതെന്ന് പറഞ്ഞു വെച്ചാൽ നീ എന്താ പറയുക കൈ ഇങ്ങനെ വീശാത്തെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ ആ ഒരു 3 സെക്കൻഡൊക്കെ ഉള്ളൂ. പുള്ളിക്കും പറഞ്ഞു അല്ല നമുക്ക് നീ നടന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൈ വീശി. കൈയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുന്നേ എനിക്ക് കണക്റ്റായി എന്തോ പ്രശ്നം മനസ്സിലായി. ഞാൻ കൈ വീശി. നീ ഇങ്ങനെയല്ല അവിടെ നടന്നു വന്നത്, നീ കൈ വീശണം ആലോചിച്ചു. എൻ്റെ അമ്മോ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഡോക്ടർ ആവുന്നത് പോലെ നന്നായി പണം ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനിൽ എത്തിപ്പെട്ടിട്ട് സിനിമ പോലെ ഇല്ലോജിക്കലായ ഒരു സ്പേസും സിനിമാ നടനാവുക എന്നുള്ള പോലെ ഒരു ഇല്ലോജിക്കലായിട്ടുള്ളൊരു സാധ്യതയൊക്കെ ആലോചിക്കുന്ന ഒരു മനുഷ്യൻ. അച്ഛന് കൈത്താങ്ങിയായ മകൻ, അച്ഛൻ നിർത്തിവെച്ചൊരു സ്ഥലത്തു നിന്ന് ഒരു കാര്യം തുടങ്ങി ലെഗസി പൂർത്തിയാക്കിയ മനുഷ്യൻ റോണി ചേട്ടനാണ് ചേരുന്നത്. റോണി ഡേവിഡ് രാജ്, നമസ്കാരം. നമസ്കാരം. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. ഈ ഗൾഫിൽ ഭാര്യയോടൊപ്പം ജോലിക്ക് പോയിട്ട് ഭാര്യയ്ക്ക് ജോലി കിട്ടിയില്ല, റോണി ചേട്ടന് ഭാര്യയ്ക്ക് ജോലി കിട്ടാണ്ടിരിക്കില്ല. ഇവിടെ നമ്മളിവിടെ MOH മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലേമറഡിയിൽ വെച്ചിട്ടായിരുന്നു 2009 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ 2008-ലോ 2009-ലോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വൈഫിൻ്റെ ഇൻ്റർവ്യൂ വൈഫ് അറ്റൻഡ് ചെയ്യാൻ സാമ്പത്തികമായിട്ട് നമ്മൾ അത്ര നല്ലൊരു ചുറ്റുപാടിലായിരുന്നില്ല അന്ന്. എന്ന് വെച്ചാൽ നമുക്ക് സേവിങ് ഇല്ല. ഈ വരുന്ന എമൗണ്ട് വരുന്നു, നമ്മൾ ചിലവാക്കുന്നു. മീൻസ് നമ്മളൊരു കുഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ EMI അടയ്ക്കുന്നു, പലചരക്കിന് അടയ്ക്കുന്നു, KSEB, വാട്ടർ അതോറിറ്റി കാര്യങ്ങൾ അടയ്ക്കുന്നു, ദൈനംദിന ചിലവുകൾ നടക്കുന്നു എന്നല്ലാണ്ട് സേവിങ് ഇല്ല. അപ്പം അത് ഇങ്ങനെ വൈഫിൻ്റെ വീട്ടുകാർക്കും പിന്നെ എൻ്റെ വീട്ടുകാർ പിന്നെ നമ്മൾ പണ്ടേ എഴുതി തള്ളിയെന്നല്ല ഞാൻ പറഞ്ഞത്. മെഡിസിൻ കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയുടെ പുറകെ നടക്കുന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ വൈഫിനെ മെറിഡീനിൽ പരിപാടിക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തെ തീരെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇത്രയും നേരം എന്നോട് നിൽക്കണ്ടല്ലോ, ജസ്റ്റ് മെഡിക്കൽ ആൾക്കാരുടെ പരിപാടി നടക്കണ്ടല്ലോ, അപ്പോൾ ഒന്ന് അറ്റൻഡ് ചെയ്തുവിടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ ശരി മനസ്സുറപ്പ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാഷ്വാലിറ്റിയിലൂടെ നിരന്തരമായിട്ട് പല പല ആശുപത്രികളിൽ ഏറ്റവും തിരക്കുള്ള ഫ്രീലാൻസേഴ്സിൽ ഒരാളായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ആശുപത്രികളിലെ ഏറ്റവും തിരക്കുള്ള കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിൽ ഒരാളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ ചോദിച്ചത് ശ്വാസം മുട്ടൽ എന്ത് ചെയ്യും, വന്നാൽ എന്താണ് പരിപാടി ചെയ്യുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്നേക്ക് പോയ്സണിങ് ആണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങൾ കൊടുക്കുന്ന സാധാരണ ഡ്രിപ്പുകളിൽ എന്തൊക്കെയാണ് ഉള്ളത്, NS-ൽ എന്താണുള്ളത്, നോർമൽ സെലൈന്, DNS-ൽ എന്താ ഉള്ളത്, 5% എക്സ്ട്രോസ് എപ്പോഴാണ് കൊടുക്കുക, 10% എക്സ്ട്രോസ് എന്താ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പല പല ഇതൊക്കെ ചടപടയെന്ന് പറഞ്ഞാൽ എനിക്ക് കാരണം ഞാൻ ഡെയിലി അപ്പോൾ ഇത് നമ്മൾ ഒട്ടും ശ്രദ്ധയില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പറയാൻ പറ്റില്ല. 5% എക്സ്ട്രോസ് ആർക്ക് കൊടുക്കാൻ പാടില്ല, ഷുഗറുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് സാധനങ്ങളോട് ഞാൻ പാസ്സായി.
പക്ഷെ വൈഫ് അപ്പുറത്ത് തിയറി പാസ്സായി വേറെന്തോ ഒരു ഇങ്ങനെ വൈബ് വന്നപ്പോൾ പുള്ളിക്കത്തെ ക്ലിയർ ചെയ്യില്ല. അപ്പൊ ഞാൻ വളരെ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ, ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പാവം പോന്നു. അതിന് പുറമെ അപ്പോൾ ഞാൻ മറ്റേ ചോക്ലേറ്റും അതുപോലെ തന്നെ ചോട്ടോമ്പലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റേ എറണാകുളത്തുള്ള ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് മുഴുവട്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വൈഫിൻ്റെ അടുത്ത്. കാരണം വെച്ചാൽ ഇയാൾ ഈ ഡോക്ടർ പരിപാടി കഴിഞ്ഞിട്ട് എന്തിനാണ് ഇയാൾ ഈ കുഞ്ഞു വേഷം ചെയ്യാൻ പോണത്. നമുക്ക് ഭയങ്കര പാടാണ് അന്നൊക്കെ. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കുറേ പേര് റീൽസ് ഒക്കെ ഇട്ടിട്ട് കുറേ പേർക്ക് കുറെ കൂടി ആക്സസിബിൾ ആണ്. പക്ഷെ അന്ന് ഒട്ടും ഒരു രക്ഷയില്ല. ഞാൻ ചോദിച്ചോളൂ, ഇപ്പൊ 2008-2009 കാലത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ റോണി ചേട്ടൻ ഇൻഫ്ലുവൻസർ ആയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷ നടത്തി നോക്കിയേനെ, നടത്തി നോക്കിയേനെ തീർച്ചയായിട്ടും. അന്ന് നമ്മൾ ഇത്തരം ഒരു പിന്നെ നമുക്ക് അന്നും ഈ ഓഡിഷൻ വഴിയാണ് ഞാൻ 2008 കുരുക്ഷേത്രം ചെയ്തത്. കുരുക്ഷേത്രം നല്ല വേഷമായിരുന്നു. കുരുക്ഷേത്രത്തെ കാണിച്ചിട്ട് ആഷിഖ് ഭായ് എനിക്ക് ഡാഡി കൂള് തന്നു. പക്ഷെ ഡാഡി കൂള് കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ചോദിച്ച് പിടിച്ച് വാങ്ങുന്നൊരു പരിപാടി ആയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു എങ്ങനെയാണത് ചോദിക്കേണ്ടത്, ചോദിച്ചാൽ പ്രശ്നമാവോ, വാങ്ങാൻ പാടുമോ, എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു സമയം ഉണ്ടല്ലോ. എനിക്ക് അവിടേക്ക് വരാം. അതിന് മുമ്പ് ഞാൻ ഈ അടുത്ത് ഇപ്പൊ ഈ ഇന്റർവ്യൂ തൊട്ട് മുമ്പ് നമ്മുടെ മാർക്കറ്റിംഗ് ടീമായിട്ട് ചേട്ടനാണ് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ചേട്ടൻ ചെയ്യുന്ന ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ദാസ് പാപ്പനം കൂടുന്നുള്ള മനസ്സിലായി. മിഥുന്റെ നേരം പോക്കിൽ വന്നൊരു സാധനം. അപ്പൊ അത് കണ്ടിട്ട് നമ്മളതിങ്ങനെ അത് വളരെ തമാശ രീതിയിൽ പോകുന്ന ഷോർട്ട് ഫിലിം. അതിനകത്ത് കൊടുത്ത ഒരു ഡീറ്റെയിലിംഗ് അത് അറിഞ്ഞുകൊണ്ടാണോ ഈ ബോധം കെട്ട് വീഴുകയാണ്. നാച്ചുറലി ബോധം കെട്ട് വീഴുമ്പോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത് കണ്ണടഞ്ഞു പോകുന്നത്. ശരിക്കും ബോധം കെട്ട് വീഴുമ്പോ നമുക്കറിയാം കണ്ണ് മുഴുവനായിട്ട് അടയില്ല. ഇത് ബോധപൂർവം മറ്റേ ഇത് ഇങ്ങനെ പോയതല്ലേ, അതിന്റെ ഓർമ്മ. അതെ. പിന്നെ നമ്മുടെ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ, ഡോക്ടറിന്റെ പരിപാടി ഇപ്പുറത്ത് വരണതൊക്കെ നമുക്ക് പറയാലോ. ഡോക്ടർമാർ അങ്ങനെയുള്ള ചോദിക്കുക. അപ്പൊ എനിക്ക് വേണമെന്ന് മണികണ്ഠൻ എന്നുള്ള അഡ്വക്കേറ്റ് ആണ് മൂപ്പരെ ചെയ്തിരിക്കുന്നത്. മണികണ്ഠന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മണിയേട്ട അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെൻഷൻ കയറ്റിയാൽ മതി. മറ്റേ കഴുത്തിൽ മുഴയുണ്ട്, പേടിക്കൊന്നും വേണ്ട. മുഴ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ടെൻഷൻ അടിക്കുന്ന കാര്യത്തില്ല. മുഴ എന്ന് പറയുമ്പോൾ എന്റെ ബയോപ്സി എടുത്ത് കൊടുത്തിട്ട് ബയോപ്സിയിൽ FNAC എടുത്ത് കഴിഞ്ഞിട്ട് ആ ബയോപ്സിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിനൈനും മെലിഗനന്റും ഉണ്ട്. അതിനകത്ത് മെലിഗനന്റ് ആണെന്നുണ്ടെങ്കിൽ ആൾ മരിക്കും. അല്ല, നിങ്ങൾക്ക് പ്രശ്നം വരില്ല ബിനൈ എന്ന് പറഞ്ഞ് അങ്ങനെ ബിൽഡ് ചെയ്തിട്ടപ്പോൾ വരുമ്പോഴേക്കും എത്ര വലിയ ഗുണ്ടയാണെന്നുണ്ടെങ്കിലും ഒന്ന് നമ്മൾ ടെൻഷൻ ആവുമല്ലോ. അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ പ്രേക്ഷകർ കാണേണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് ദാസ് പാപ്പനം കൂടെ. അത് ശരിക്കും ഒരു സിനിമയാക്കാനോ സീരീസ് ആക്കാനോ ഒക്കെ സാധ്യതയുള്ളതുമാണ്. നമ്മുടെ ഫിനിക്സിന്റെ സംവിധായകനാണ് വിഷ്ണുഭരതൻ. 2 ഷോർട്ട് ഫിലിംസ് ആണ് നേരമ്പോക്കിന് വേണ്ടി ചെയ്തത്. ഒന്ന് ഒരുപാട് അവാർഡ് വാങ്ങിക്കൂട്ടിയ നൈറ്റ് സലൂൺ, രാഹുൽ ആർ ശർമ്മയുടെ നൈറ്റ് സലൂൺ. ഒന്ന് ഫിനിക്സിന്റെ സംവിധായകൻ വിഷ്ണുഭരതന്റെ. 2 ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോർട്ട് ഫിലിം. സത്യമായിട്ടും റോണി ചേട്ടന്റെ പെർഫോമൻസിൽ മാത്രം ബാക്കപ്പ് ചെയ്യുന്ന, വേറെ ഒന്നുമില്ലാതെ, അതായത് ഒരു ഇരുണ്ട ബാർബർ മുറി ഒഴികെ വേറെ ഒന്നിന്റെയും ബാക്കിംഗ് ഇല്ലാതെ ഒരാളുടെ പെർഫോമൻസിൽ മാത്രം ഭയം ഉണ്ടാക്കുന്ന, വേറെ ഒന്നുമില്ലല്ലോ അവിടെ. കംപ്ലീറ്റ്ലി അത് ചെയ്യുന്ന ഇനിയും ആളുകൾക്ക് കാണാനും അല്ലെങ്കിൽ റോണി ചേട്ടൻ ഏത് സ്ഥലത്ത് പോയിട്ട് ഒരു റെസ്യൂമേ ആയി കാണിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സിനിമയാണ് അത്. വിഷ്ണുവിനെ അറിയുമെന്നറിയില്ല. നമുക്ക് അതിനകത്ത് വലിയൊരു അവാർഡ് നമുക്കൊന്നും ഒരിക്കലും മാക്സ് അത് നമ്മുടെ സംവിധായകനെ അയച്ചിട്ട് കിട്ടിയതാണ്. അല്ലെ ഈ ഫിലിം കമ്പനിയുടെ ഷോർട്ട് ഫിലിമും നമുക്ക് തന്നെ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റ് ആക്ടർ കിട്ടിയതാണ് ഷോർട്ട് ഫിലിമിന് ഓൾ ഓവർ ഇന്ത്യയിൽ. അതെ, നമുക്ക് വലിയൊരു അവാർഡായിരുന്നു. അത് ഭയങ്കര വലിയൊരു അവാർഡായിരുന്നു. അതിൽ പരാമർശിക്കുന്ന ഒരു വിഷയമുണ്ട് റാഗിങ്ങിനെ കുറിച്ചിട്ട്. അത് വളരെ ലൈറ്റ് ആയിട്ട് അയാൾ ഒരു 4-5 വരിയിൽ പറഞ്ഞെങ്കിൽ പോലും ആ വരിയുടെ ഇടയിൽ ആ വേദന മുഴുവൻ നിറഞ്ഞത്. ഇപ്പോ പിന്നെ വിഷ്ണു പറഞ്ഞാൽ കൂടുതൽ നമുക്ക് അതിനെ കണക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ, ഞാനിപ്പോ കുന്നംകുളം എന്നുള്ള ദേശത്ത് നമ്മള് ചെറുപ്പത്തിൽ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ബാർബർ ഷോപ്പിൽ കാണുന്ന മരത്തടിയിലാണെന്ന്. മരത്തടിയിൽ പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ മറ്റേ കൂട്ടുപണിഞ്ഞ് നടക്കുന്ന ഈ വര പരിപാടിയിൽ കിടത്തുക, അതല്ലാന്നുണ്ടെങ്കിൽ കുഷനുള്ള സാധനം, അതിനകത്ത് നമ്മൾ മരത്തിന്റെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ അതിന്റെ സൗണ്ടും നമ്മൾ കിടക്കണതും, പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലിട്ട് നമ്മുടെ മുഖത്ത് വരയ്ക്കുക, അതാണല്ലോ ഒന്നത്തെ പരിപാടി. അപ്പൊ ഇന്നലത്തെ മോഡൽ പരിപാടിയല്ലേ, ഇങ്ങനെ വളഞ്ഞിട്ടൊരു സാധനം വന്നിട്ട് ഒരു കുക്ക്, അങ്ങനത്തെ ഒക്കെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ അന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ബാർബർമാരുടെ ഒരു ചില മറ്റേ അപ്പം എന്നാ പോയിട്ട് പറ്റല്ലേ, ഇവിടെ നിന്ന് ഇരുന്നോട്ടെ, രാജേട്ടൻ പൊക്കോ, ഒരു അരമണിക്കൂർ നമ്മൾക്ക് വന്ന, ഇങ്ങനത്തെ ഇവരുടെ ചെറുകിട ഭാഷയിലുള്ള പരിപാടി. നമ്മൾ ബേസിക്കലി നമ്മൾ തൃശ്ശൂർ ദേശക്കാരായതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ആ പരിപാടി.
പിന്നെ രാഘവൻ നമ്മളെ ഭയങ്കരമായിട്ട് രാഹുൽ ആർ ശർമ്മ എന്നുള്ള മൂപ്പര് ഭയങ്കരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ സമീപദേശക്കാരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇമ്പ്രൂവൈസ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ അത് ഒരു കെട്ടുവിട്ട് പോവരുത്, പൂർണ്ണമായിട്ടും കൗട്ട്. അത് ചെറുപ്പം മുതൽ ഒബ്സർവർ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. ഒബ്സർവ് ചെയ്യും. അത് അറിയാതെ എങ്ങനെ എനിക്കത് ശീലമുള്ളതാണ്. നമ്മൾ ആൾക്കാരെ മിമിക് ചെയ്യാനൊക്കെ നമുക്കുള്ളൊരു പരിപാടിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ശരിക്കും വിജയിച്ചു. അല്ല, നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണല്ലോ മമ്മൂക്ക. എൻ്റെ ഏറ്റവും വലിയ ഒബ്സർവർ ആണല്ലോ മമ്മൂക്ക. നമുക്ക് ഭയങ്കരമായിട്ട് ഈ സ്ലാങ്ങുകൾ പിടിക്കുന്നതിനും ആൾക്കാരുടെ പരിപാടി. എന്നെ ഒരു ദിവസം എന്തൊരു കുഞ്ഞു പരിപാടി, ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞ 8 വർഷം മുമ്പാണ്, ഞാനിട്ട് നടന്ന് അടുത്തെത്തി കഴിഞ്ഞു. നീണ്ടു വന്നതെന്ന് പറഞ്ഞു വെച്ചാൽ, നീ എന്താ കൈ ഇങ്ങനെ വീശാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ ആ ഒരു 3 സെക്കൻഡൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, അല്ല നമുക്ക് നീ നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ വീശി. കൈയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കണക്റ്റായി, എന്തോ പ്രശ്നം മനസ്സിലായി. ഞാൻ കൈ വീശി. നീ ഇങ്ങനെയല്ല അവിടെ നടന്നു വന്നത്, നീ കൈ വീശണം. ആലോചിച്ചു, എൻ്റെ അമ്മോ. പുള്ളിയുടെ ആ ഒരു 3-4 സെക്കൻഡിനകത്ത് പുള്ളി ക്യാപ്ചർ ചെയ്തതേ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇപ്പോൾ യൂണിറ്റിലെ ആൾക്കാർ, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓരോരോ ചേഷ്ടകൾ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് പുള്ളി ഇത് പലയിടത്തായിട്ട് ഇങ്ങനെ വെതറും. ഇതാണ് അതുകൊണ്ടാണ് അവരൊക്കെ. അല്ല, ഞാനൊരു തംബ്നെയിലിനപ്പുറം ചോദിച്ചോട്ടെ, കടന്നു പോയിട്ടുള്ള വ്യക്തികളിലെ, സിനിമാ ജീവിതത്തിൽ കടന്നുപോയ വ്യക്തികളിലെ ഏറ്റവും പ്രൊഫഷണലി പേഴ്സണലി ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലം സിനിമയിൽ പിടിച്ചു നിന്നതിന് ഒരു ഫലം ഉണ്ടായെന്ന് തോന്നിയ മൊമെന്റ് ആയിരുന്നു മമ്മൂക്കയുടെ കൂടെ ചിലവഴിച്ച ഏകദേശം ഒരു 100-നടുത്ത് ദിവസങ്ങൾ? അതല്ല വിഷ്ണു, മമ്മൂക്കയുടെ ഒപ്പം വീണ്ടും അല്ലാതെ നമ്മൾ ഒരുപാട് ദിവസം ചെലവിട്ട സിനിമകളുണ്ടല്ലോ. ഉണ്ട അങ്ങനെ സിനിമയാണ്. ഇപ്പൊ ഡാഡി കൂള് മൂപ്പരൊപ്പം തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഒരു പ്രൊഡ്യൂസറിന്റെ മകനാണെന്ന് ഞാൻ പറയാനേ അദ്ദേഹത്തിനടുത്ത് പോയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കോടൊപ്പം നിന്ന് നല്ലൊരു ചിത്രം എടുക്കുന്നത് 2009 ഡാഡിക്കൂളി കഴിഞ്ഞിട്ട് ഞാൻ 2023 മമ്മൂക്കോടൊപ്പം നിന്നിട്ട് നല്ലൊരു സിനിമ എടുക്കണം. ഞാൻ ഒരിക്കലും ഇവരെ രണ്ടുപേരും, ലാൽ സാറിനെ ആയിക്കോട്ടെ മമ്മൂക്കനായിക്കോട്ടെ, നമ്മൾ എല്ലാ പേരും നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ മാറി നിൽക്കുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ മനസ്സിൽ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലാണ് അവരുടെ. അപ്പോൾ ആ ഒരു ഫോട്ടോ വിഷ്ണു എൻ്റെ ഏത് വേണമെങ്കിലും നോക്കിക്കോളൂ. എൻ്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഒക്കെ നോക്കി മമ്മൂക്കോടൊപ്പമുള്ള ചിത്രങ്ങൾ എൻ്റെ കയ്യിൽ വളരെ ചുരുക്കമാണ്. അപ്പം നമ്മൾ ബേസിക്കലി കണ്ടത് സ്റ്റഡി മെറ്റീരിയലായിട്ട് കണ്ടുകൊണ്ടിരുന്ന വലിയ സാറുമാരെ നമ്മൾ എന്തിനാ അവരൊരു സമയം കളയുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരിക്കണത്. എനിക്ക് തോന്നുന്നു ആ കൂടെ എൻ്റെ ഉള്ള കുരുക്ഷേത്രത്തിലൊക്കെ ഞാൻ അവസാന ദിവസങ്ങളൊക്കെ ഞാൻ കറുത്ത് ഒരു നീഗ്രോ എന്ന് വെച്ചാൽ ഭയങ്കര വല്ലാത്ത നിറന്മാരോട്ടൊക്കെ ലാൽസാറിനൊപ്പം ഫോട്ടോ, അതൊന്നും വൃത്തിക്കൊരു ഫോട്ടോ ഇല്ല. വൃത്തിക്കൊരു ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കണ്ണൂർ സ്കോളിലൊക്കെ എനിക്ക് അതിനുള്ള അവസരം കിട്ടിയത്. ആ 100 ദിവസങ്ങളൊക്കെ ഉപരി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ ജന്മത്തിൽ എന്തെങ്കിലും ഒരു പൂർണ്ണത വന്നു എനിക്ക് തോന്നി സെപ്റ്റംബർ 28, 2023. അതാണ് എനിക്ക് പൂർണ്ണത തോന്നി. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഒരു കുറേ വർഷത്തെ ഒരു പ്രയത്നത്തിന് എവിടെയെങ്കിലും വന്നൊരു എൻഡിങ് കിട്ടി. എൻ്റെ ഒരു കരിയർ ഗ്രാഫിനേക്കാൾ ഉപരി നമുക്ക് ഇരട്ടി മുതിരെന്ന് പറയുന്നത്, ഇപ്പോൾ മര്യാദയ്ക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സോഹോ പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ഈ മനുഷ്യൻ പറയാണ്, എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തോന്നുന്നു സിനിമാറ്റോഗ്രാഫിലോട്ട് മാറാം. അപ്പോൾ ഓൾറെഡി MBBS ബിരുദധാരിയായ ഞാൻ പറഞ്ഞു, അല്ല അപ്പം അങ്ങനെ പറഞ്ഞെങ്ങനെ? അപ്പം അമ്മയൊക്കെ പറയുന്നത് നിന്നെ കണ്ടിട്ടാണ് അവൻ വഴിതെറ്റിയത്. അപ്പം അങ്ങനെ വഴിതെറ്റിയ ആൾക്ക് സ്കില്ലുണ്ടെന്നുള്ള ടാലൻ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഇയാൾ രാജീവ് മേനോൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൈൻഡ് സ്ക്രീനിൽ പോയിട്ട് ഇയാൾ 6 മാസം കോഴ്സ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ മംഗലപാണ്ഡയുടെ ക്യാമറാമാൻ ഹിമൻ ദമീജയുടെ അടുത്ത് പോയി. അവിടെ 1 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ പുള്ളി ജീവിക്കുന്ന ചുറ്റുപാട് കണ്ട് ഞാൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് നമുക്ക് നാട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ലോകനാഥ് സാറിൻ്റെ ഒപ്പം കയറ്റി. ലോകനാഥ് സാറിൻ്റെ അവിടെ നിന്ന് പുള്ളി ക്രെയിനിൽ നിന്ന് മറിഞ്ഞടിച്ച് വീണ് പുള്ളിയുടെ കാല് ഇഞ്ചുറി ആയി ഉസ്താദ് ഹോട്ടലിൽ. അങ്ങനെ അവിടെ നിന്ന് റോബിക്ക് മറ്റേ വഴിമുട്ടി. അങ്ങനെ ഞാൻ ജോമോൻ്റെ അടുത്ത് പറയാണ്. അന്നൊന്നും ജോമോൻ ഈ ജോമോനായിട്ടില്ല. അപ്പോൾ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു, ജോമോൻ്റെ പാള് ഫുള്ളാണ്. അപ്പം ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ നാട്ടിൻപുറത്തുകാരൻ്റെ രോഷം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, പലപ്പോഴും നിങ്ങളൊക്കെ പല ഷോർട്ട് ഫിലിം വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തെന്നുള്ളത് നമ്മുടെ ഒക്കെ സൗഹൃദം കൊണ്ട്. അപ്പം നമുക്ക് വേറെ ആരും ഇല്ല ചോദിക്കാൻ, കുഴപ്പമില്ല എന്നെന്തോ പറഞ്ഞ് അവിടെ ഫുള്ളായി. അപ്പോൾ പക്ഷേ ഇവൻ്റെ അന്ന് പഞ്ചാബിൽ പുള്ളി പോയിട്ടുള്ള ഡോക്യുമെൻ്ററീസും കാര്യങ്ങളൊക്കെ ജോമോൻ കണ്ടു. ഞാൻ ഷൈജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈജു നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ ഷൈജു പറഞ്ഞു, എൻ്റെ ഒപ്പം ഇങ്ങനെ ഞാൻ ജോമോൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈജു ജോമോൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയില്ല, ദൈവം എവിടെയെങ്കിലുമൊക്കെ വഴി തുറന്ന്
ജോമോൻ്റെ ഒപ്പം കയറി. പിന്നെ പുള്ളി ഒരു 5 പടം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി സെക്കൻഡ് യൂണിറ്റ് ABCD വർക്ക് ചെയ്തു. ABCD അല്ല, സോറി, ചാർലി. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ തന്നെയാണ്, മമ്മൂക്ക എന്നുള്ള മനുഷ്യൻ തന്നെയാണ് പുള്ളി ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫർ ആക്കുന്നത്. പുതിയ നിയമം ഗ്രേറ്റ് ഫാദർ ചെയ്തു. പിന്നെ പല പല സ്ക്രിപ്റ്റുകൾ മൂപ്പര് പിടിച്ചില്ല എന്ന് പറഞ്ഞ്, മൂപ്പർക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. സ്ക്രിപ്റ്റുകൾ പുള്ളിക്ക് കറക്റ്റായിട്ടുണ്ട് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പര് എന്തെങ്കിലുമൊക്കെ പറ്റില്ല എന്നുള്ള വളരെ സൗമ്യമായിട്ട് പറയും. നമ്മളെപ്പോലെ അല്ല, വളരെ സൗമ്യമായിട്ട് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ ആൾ തന്നെയാണ്, മമ്മൂക്ക എന്നുള്ള മനുഷ്യൻ തന്നെയാണ് നമുക്ക് വീണ്ടും ഇയാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ 2010 സോഹോ വിട്ട ആൾ ഛായാഗ്രഹകനാകുമ്പോഴേക്കും 6 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും ഒരു 7 വർഷം കഴിഞ്ഞ് പുള്ളി ഡയറക്ടറാവാൻ. ഇപ്പോൾ 13 വർഷം. നമ്മൾ അരി വറുക്കാൻ തുടങ്ങി 2008, 15 വർഷം. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അച്ഛൻ നമുക്ക് നാട് വിട്ട് കഴിഞ്ഞതിൻ്റെ എത്രയോ വർഷത്തെ ക്ഷീണം കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ കുറേ നാൾ നമ്മുടെ തിയേറ്ററിനനുബന്ധപ്പെട്ട കേസ് ഞാൻ കുറേ കാലം നടത്തി. അങ്ങനെ വരാന്തയിൽ ഇരുന്നിരുന്ന് പോലീസുകാരെയും വക്കീലുമാരെയും അവിടുത്തെ ഭാഷകളും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് വളരെ പരിചിതമാണ്. ചാവക്കാട് സബ് കോടതിയിൽ എന്നെ പരിചയമില്ലാത്തൊരു സ്റ്റാഫില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി വരെ പോകേണ്ടി വന്നു. സന്തോഷം, അത് കാരണം വെച്ചാൽ കേസ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് എനിക്കൊരു സിനിമ ആക്കണമെന്നത് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമ്മൾ പറയില്ല, ദൈവം എവിടെയെങ്കിലും ഒരു പിടിവള്ളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ സക്സസ് എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, കണ്ണൂർ സ്ക്വാഡിൽ ഒരു അടി, അത് വളരെ സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഓസ്കർ അവാർഡ് നിശ്ചയപ്പെട്ട ഓസ്കർ എന്ന പോലും ഞാൻ ഇത്രയും ഹാപ്പി ആവില്ല. സന്തോഷം. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ എല്ലാ അവസ്ഥകളും, ദാരിദ്ര്യം, നിയമയുദ്ധം, എല്ലാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ചേട്ടാ കോടതിയിലുണ്ട് പോയാലോ എന്ന് പറഞ്ഞു, ഞാൻ അത് കുറച്ച് കോടതി വരാന്തയിൽ ഒരു 2 മണിക്കൂർ ചെലവിട്ട ഒരാൾ ആ മണ്ടത്തരം പറയില്ല, ഉറപ്പാണ്. ഒന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറയില്ല. ഞാൻ ആരും, നമ്മളിപ്പോൾ വിഷ്ണു, നമ്മളൊരു സാധാരണ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളി ഹോസ്പിറ്റൽ വരാന്തയിലും കോടതി വരാന്തയിലും പോലീസ് സ്റ്റേഷനിൽ കയറണം എത്ര പേര് ആഗ്രഹിക്കും? ആഗ്രഹിക്കില്ല. എത്ര പേര് ആഗ്രഹിക്കും? ആഗ്രഹിക്കില്ല. ഇപ്പോൾ പോലീസുകാരിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, പക്ഷേ എല്ലായിടത്തും നന്മയും തിന്മയുള്ളവരുണ്ട്. ഞാൻ ആനന്ദ് ഇറങ്ങിയ സമയത്ത് മാതൃഭൂമിയിൽ ഒരു എഴുത്തഭിമുഖം കൊടുത്തിരുന്നു .comന്. അപ്പോൾ ആ സമയത്ത് അതിൽ പറഞ്ഞിരുന്നു, എൻ്റെ പൊട്ടൻഷ്യൽ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ഷാഫിക്കയാണ്. പക്ഷെ എനിക്കത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അദ്ദേഹമായിട്ട് അധികം കൊളാബറേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ വിട്ട വാങ്ങി, ദൗർഭാഗ്യകരം. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള? ഷാഫിക്കയുടെ അടുത്തും എനിക്കുണ്ടായൊരു പ്രശ്നം വെച്ചാൽ, ഈ ചോക്ലേറ്റ് എന്നുള്ള പടം ഞാൻ ചെയ്യുമ്പോൾ രാജുവിൻ്റെ ഒരു 3-4 സുഹൃത്തുക്കൾ ഒരാളായിട്ടാണ്, സലീമേട്ടൻ, അനൂപ് ചന്ദ്രൻ, ഞാൻ, പിന്നെ ഇപ്പം നമ്മുടെ കണ്ണൻ നായർ, അപ്പം മുറയിലുള്ള കണ്ണൻ നായർ. അപ്പം ചെയ്യുമ്പോഴും ഈ ക്ലോസ് റേഞ്ചൊക്കെ വെക്കുമ്പോൾ എത്ര റിയാക്ട് ചെയ്യണം, എത്ര റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇത് വരുമ്പോൾ ഇത് ഈ റേഞ്ചാണ്, ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ പരിമിതമായിട്ട് നമ്മൾ വൈഡ് റേഞ്ചിൽ കൊടുക്കുന്നതിൻ്റെ അത്ര ഇവിടെ പെർഫോം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നും ഇല്ല. എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അവിടെ സമയമില്ലല്ലോ. അവിടെ അന്ന് രാജു എന്ന് പറഞ്ഞ വ്യക്തി സച്ചേട്ടനും സേതുവേട്ടനും ആദ്യമായിട്ട് അവരൊരുമിക്കുന്നു. അവർക്ക് അന്ന് ഈ ഹൈപ്പില്ല, എന്നാൽ പോലും അവരുടെ ഒരു സ്ക്രിപ്റ്റ് എല്ലാം വലിയ ആർട്ടിസ്റ്റുകളല്ലേ. ജയേട്ടനുണ്ട്, സമൃദ്ധ സുനിലുണ്ട്, രമ്യ നമ്പീഷനുണ്ട്. അങ്ങനെ വലിയൊരു ഗ്രൂപ്പിനിടയിൽ ഒരാൾക്ക് മാത്രമായിട്ട് അരിവർക്കി കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നി, അപ്പോൾ ഷാഫിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോർഷൻ കുറയ്ക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ സലീമേട്ടനൊരു ഭാഗത്ത് അടിച്ച് കസറിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഒന്നും പുറമെ തന്നെ ഒരുപാട് ഇമ്പ്രോവൈസേഷൻ പരിപാടി നടത്തി സലീമേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തൊരു സമയത്ത് ഞാൻ ഷാഫിക്ക് അടുത്ത് പരിപാടി പറഞ്ഞു, ഷാഫിക്ക എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല, എന്തോ പറഞ്ഞു, ഷാഫിക്ക് കുറച്ച് വലിയ വേഷമാണ് എന്തോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഷാഫിക്ക് പറഞ്ഞു, റോണി അത് കുറച്ചും കൂടി അത് പ്രതിഭയുള്ള ഒരാളായിരുന്നെങ്കിൽ, അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് കുറച്ച് നന്നായി ചെയ്യാൻ പറ്റിയേനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ പിടുത്തം കിട്ടിയില്ല. പിന്നെ നമ്മൾ പോകെയാണ് മനസ്സിലായത് ഷാഫിക്ക് പറഞ്ഞതിൻ്റെ പരിപാടി എന്താണെന്നുള്ളതും. പിന്നെ ഡാഡി കൂളൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഷാഫിക്ക് നല്ലൊരു വേഷം ചട്ടമ്പി നാട്ടിൽ തന്നത്. പിന്നെ ഷാഫിക്ക് ബന്ധങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ 15-ാം തീയതി രാത്രിയാണ് പിന്നെ ഈ വിളി വരുന്നതും. അപ്പോൾ ഷാഫിക്ക് പറഞ്ഞു വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് തോന്നിയ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഷാഫിക്ക പറഞ്ഞതിൽ നിന്ന് അത്ര പന്തിയല്ല എന്ന് എനിക്ക് തോന്നുമെങ്കിൽ ഞാൻ പറഞ്ഞു മേടിച്ചിട്ട് ഷാഫിക്ക അത് എന്തൊക്കെയോ വേറെ പല തോതിലും. ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരെ താഴ്ത്തി പറയല്ല, ഞാൻ ഒരാളെ പേരും പറയുന്നില്ല. പക്ഷെ എൻ്റെ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തകനെ വിളിച്ചു, റോണി ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി മൂപ്പര് വിളിച്ചപ്പോൾ
ഞാൻ പറയുന്നു ഷാഫിക്ക് അത് ഈ RCT ചെയ്തതിൻ്റെ ഇഷ്യൂ ആണോ എന്ന് ഷാഫിക്ക് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഈ ഭാഗം മരവിച്ച് പോകുന്ന അല്ലെങ്കിൽ പുരുകത്തിൻ്റെ ഭാഗം മരവിച്ച് പോകുന്ന പോലെ നമുക്ക് തോന്നില്ല. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഷാഫിക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട. അല്ല റോണി ഞാൻ ഇപ്പോൾ കോഴ്സ് എടുക്കാൻ തുടങ്ങി ആൻറ്റിബയോട്ടിക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഷാഫിക്ക അത് കോഴ്സ് എടുത്തോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പോൾ 3-4 കോഴ്സായി, ഞാൻ 3-4 തവണ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ കൂടി നോക്കിക്കോ, ഇപ്പോൾ കൂടി നോക്കി എൻ്റെ കൂടെ തന്നെ ഒരു പെയിൻ കില്ലർ എന്തെങ്കിലും എൻ്റെ കൂടെ ഉള്ളത് കഴിക്കുക. ഒരു 3/4 മണിക്കൂർ നോക്കിയിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇമ്മീഡിയറ്റ് അഡ്മിറ്റ് ആയിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഞാൻ ഷാഫിക്കയുടെ നമ്പറിൽ വിളിക്കുന്നപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈഫിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ പിന്നെ ഉദയേട്ടനെ വിളിച്ചു. ഉദയേട്ടൻ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. ഇല്ല റോണി അഡ്മിറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ സന്തോഷം. 19-ാം തീയതി വൈറൽ ഫീവറായിട്ട് ഞാൻ അഡ്മിറ്റായി. അപ്പോഴാണ് എൻ്റെ അമ്മ വിളിച്ച് ഇങ്ങനെ പറയണത്, ഇങ്ങനെ റോണി ഇങ്ങനെ കുറച്ച് പ്രശ്നം തോന്നും, ഷാഫിയുടെ കേസ് ഇങ്ങനെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറയാൻ എൻ്റെ അടുത്ത്. അപ്പം പിന്നെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും എല്ലാം പരിപാടികൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു അന്തിമത്തിലെത്തി. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിയുടെ തന്നെ ഒരു ബന്ധു പറയണത് RCT എന്ന് റോണി പറഞ്ഞ സാധനം പലരും വായിച്ചത് RCC എന്നാണ്. അപ്പോൾ RCT എന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് പോലും നേരെ RCCയിലോട്ട് കണക്ട് ചെയ്യുന്ന ക്യാൻസർ ഇതിലോട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇത് മാറുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു അത് എഴുതണ്ടായിരുന്നു. നമുക്ക് ഞാൻ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ MT സാറിൻ്റെ ആയിക്കോട്ടെ ജയേന്ദ്ര മാഷിൻ്റെ ആയിക്കോട്ടെ ഇതിങ്ങനെ കാണുമ്പോഴേ നമുക്കിപ്പോൾ ഇത് എഴുതാൻ തോന്നാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല എന്താണ് നമ്മളിപ്പോൾ എഴുതുക, ഇവരെക്കുറിച്ചൊക്കെ എന്താ എഴുതുക, ഇങ്ങനെ ഒരു തലമുറ ഇങ്ങനെ പടിയിറങ്ങി ഇങ്ങനെ ഒരു ഭാഗത്തു കൂടെ ഇങ്ങനെ പോവാണല്ലോ കുറേ പേര്. ഈ മിസ്സിംഗ് വാക്കുകളിലേക്ക് ആക്കാനും പറ്റണ്ട. അത് നമ്മൾ പറ്റില്ല. എന്താ എഴുതി തീർക്കുക? ഇപ്പം നമ്മൾ മനോരമയിലൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ എത്ര മഹാന്മാരായ ആൾക്കാരാണ് MT സാറിനെ കുറിച്ച് ഒരു എഴുതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അമൃതംഗമേ തുടങ്ങി ഇങ്ങനെ കുറേ കിടക്കുകയാണല്ലോ. നമ്മുടെ മനസ്സിൽ ഇമ്പ്രൻ്റ് ആയിട്ടുള്ള കുറേ സിനിമകളുണ്ടല്ലോ, ഓളവും തീരും, അങ്ങനെ കുറേ പടങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കാരണം എഴുതിയത് പോലും ഇപ്പോൾ പിന്നെ ആരെടുത്ത് സംസാരിക്കാൻ പേടി. ഇപ്പോൾ വിഷുവിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മൾ വരുന്നതിനൊക്കെ മുമ്പ് ചില കാര്യങ്ങൾ ചോദിക്കേണ്ട അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള സാധനമില്ല. എങ്ങനെയും വാർത്തയാക്കുക, ഏതിനും വാർത്ത. നമ്മൾ എന്തിനാ ചേട്ടാ കുനിഞ്ഞ നട്ടലിന് പ്രശ്നമാണോ, നിവർന്ന് ചേട്ടൻ എന്നിട്ട് ഒരു പരിധിക്കുള്ളിൽ നിവർന്നേ, ചേട്ടാ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണോ, ശ്വാസം മുട്ടല്ലോ, അങ്ങനെ കാര്യം നടക്കില്ല. പക്ഷെ നമ്മളങ്ങനെ അധികം അഡ്മയർ ചെയ്യാതെ പോയ ഷാഫി സാറിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹിറ്റ് മേക്കിംഗ് ഒരു റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാ സിനിമകളും ഒരുവിധപ്പെട്ട വിജയങ്ങളാണ്. പരാജയപ്പെട്ട സിനിമകൾ പോയി വലിയ റിപ്പീറ്റ് വാച്ച് വാല്യൂ ഉണ്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. എത്രമാത്രം ക്രിയേറ്റീവ് ആയിരുന്നു അദ്ദേഹം, എത്രമാത്രം അങ്ങനത്തെ കോൺവെർസേഷൻസ്. ഷാഫിക്ക് എൻ്റെ അടുത്ത് വളരെ നമ്മൾ ഒരു ശിഷ്യനെ പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞെന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്ക അപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള, പിന്നെ ഞാൻ പറയാൻ മറന്നവരാണ് സിദ്ദിഖിക്ക. ഒരു മനുഷ്യനെ പോലും ഞാൻ ഇപ്പോൾ ബോഡി ഗാർഡ് എന്നുള്ള പടത്തിൽ മാത്രം സിദ്ദിഖോടൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യനെ പോലും നമ്മൾ നോവിക്കാതെ പോകുന്നൊരു വ്യക്തി എന്ന് പറയില്ലേ. ഒരാളെ പോലും നമ്മളിപ്പോൾ എത്രയോ ഡയറക്ടേഴ്സ് ശുഭിതരായി പൊട്ടിത്തെറിച്ച് തെറി പറയുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാത്തവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനൊരാളെ ഇത്രയും സൗമ്യനായിട്ട് അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതങ്ങനെയല്ല, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ. ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സിദ്ദിഖിക്ക ഷാഫിക്ക് അടുത്ത് പറഞ്ഞൊരു ഗോൾഡൻ മെസ്സേജ് എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് ഷാഫിക്ക പറഞ്ഞു വെച്ചാൽ റോണി ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സല്ല മാറ്റർ, അതിന് മുമ്പുള്ള ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രീ പ്രൊഡക്ഷൻ മീൻസ് തിരക്കഥയുടെ ആദ്യം അന്ത്യവും അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് വരുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓരോ സീനിലും, പിന്നെ ആർട്ടിസ്റ്റ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കണം. പക്ഷെ നമ്മൾ എന്താണ് അതിനകത്ത് ഉള്ളതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വേണം. അപ്പോൾ എപ്പോഴും ഷാഫിക്ക് ഒരുപാട് സമയം എൻ്റെ പ്രീക്കായിട്ട് കളയുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാഫിക്കയുടെ ഷൂട്ടിംഗ് ഡേയ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ മേക്കിങ്ങിനേക്കാൾ ഉപരി നമുക്ക് എന്നും റിപ്പീറ്റ് വാല്യൂ വാച്ചിങ് വരുന്ന മൂവീസ്. മായാവി, ഇപ്പോൾ തൊമ്മനും മക്കളും, എനിക്കാണ് മായാവിയൊക്കെ ഒരുപാട്, ചോക്ലേറ്റ്, ഒരുപാട് സിനിമകൾ. ഞാൻ ജീവിതത്തിൽ കടന്നുപോയിട്ട് കുറച്ച് വ്യക്തികളെ പറ്റി ചോദിച്ചോട്ടെ. ഇപ്പം രാജൻ എന്നുള്ള ഒരു പണ്ടത്തെ പ്രൊഡ്യൂസർ മാത്രമേ ഞങ്ങൾക്കറിയൂ. അത് അറിഞ്ഞതുപോലും റോണിയും ചേട്ടൻ പറഞ്ഞപ്പോൾ മുതൽ. അച്ഛനെ എങ്ങനെയാ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്? അപ്പം അച്ഛൻ്റെ തോൽവികളെ എങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്തിരുന്നത്? അല്ല വിഷ്ണു, തോൽവി എന്നല്ല വിഷ്ണു. എൻ്റെ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇന്നസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ വിഷ്ണു കണ്ടിട്ടുണ്ടാവുണ്ടാവും. ഈ സിനിമയിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ,
നമ്മൾ പല തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ചിലർ എത്ര പൈസ ഉണ്ടെങ്കിലും ഇറക്കില്ല. ചിലർ ഇത് ടെക്നിക്കൽ ക്വാളിറ്റി അത് ടോപ്പ് ആവട്ടെ, ഇതിന് ഇത്രയും വേണം, ഇത് ഇറക്കിയേ പറ്റൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ എക്സ്ട്രാക്ക് ഫോർ എക്സാമ്പിൾ ഒന്ന് പോഷാക്കിയിട്ട് 4 പേരുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതിൽ പല മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരുണ്ട്. ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഇതിൻ്റെ ടെക്നിക്കൽ പരിപാടിയെക്കുറിച്ച് അച്ഛൻ ബോധവാനല്ല. അച്ഛനൊരു തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന ആളാണെന്നതിന് പോലും, ഇപ്പോൾ താവൂസ് എന്ന് പറഞ്ഞ തിയേറ്റർ എത്രയോ വർഷം നടത്തിയതിന് പോലും അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അന്ന് 30കളാണ്. അപ്പോൾ അച്ഛൻ്റെ എടുത്ത് എന്ന് വെച്ചാൽ പപ്പ ഇങ്ങനെ എടുത്ത് ചാടി അതിലോട്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നെന്താ ഇത്ര ആൾക്കാർ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു 500 ജൂനിയേഴ്സിനെ കാണുമ്പോൾ 500 ജൂനിയേഴ്സ് ആയിരുന്നില്ലല്ലോ നമ്മുടെ ഈ സീനിൽ പറഞ്ഞിരുന്നത്, നമുക്കൊരു 50-70 പേര് മതി എന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പം എന്ത് ഇത്രയും പേര്? അപ്പോൾ അവിടെ എന്തെങ്കിലും തോതിൽ ഒരു വെട്ടീര് നടക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അച്ഛൻ സെറ്റിൽ പോകണം. അപ്പോൾ മൂപ്പരങ്ങനെ സെറ്റിലൊന്നും പോകാതെ ഭയങ്കര അന്തർമുഖനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് തോൽവികളേക്കാൾ ഉപരി ഈ നമ്മൾ പറയില്ലേ, ഒരു കച്ചവടം നടക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അച്ഛൻ. അപ്പോൾ അത് ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ആർക്കും കടം പറയരുത് എന്നുള്ള ഭയങ്കര പിടിവാശികളുള്ളൊരു മനുഷ്യനാണ്. പറ്റിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര പിടിവാശികളാണ്. അപ്പോൾ പിന്നെ നമ്മൾ അത് ആരുടെ അടുത്തും ഒന്നും പറയാതെ അത് എത്രയും പെട്ടെന്ന് അത് പല ഷെഡ്യൂളുകളായി. അപ്പം അന്ന് നമുക്ക് അതിന് സൈമിൾട്ടേനിയസ് തന്നെ മൃഗയെ ചെയ്തു, വടക്കൻ വീരഗാഥ ചെയ്തു. അത് കഴിഞ്ഞ് 3 ഷെഡ്യൂൾ പോലെ 3 4 എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അന്ന് ഈ 3 പടത്തിനും കൂടിയാണ് മമ്മൂക്കയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. മൃഗയ, മഹായാനം, വടക്കൻ വീരഗാഥ. അപ്പോൾ അന്ന് ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് മമ്മൂക്കയ്ക്ക് മാത്രമാണെന്ന് അറിയാതെ ഈ ദൂരദർശനിൽ ഈ സാധനം പറയുമ്പോൾ ഞാൻ വീട്ടിൽ തുള്ളിച്ചാടുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയണ്ടടാ അത് മമ്മൂട്ടിക്കാണ്. ഞാൻ പറഞ്ഞത് അത് നമുക്കല്ല, അത് നമുക്കൊന്ന് 7 വയസ്സ് 7.5 വയസ്സ് നമുക്കെന്ത് ബോധമല്ലേ, 7.5 അല്ലെങ്കിൽ 8 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സിനിമയുടെ പേര് പറഞ്ഞല്ലോ ന്യൂസിൽ, അത് ഈ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇത് മമ്മൂക്കയ്ക്ക് കിട്ടിയ പരിപാടിയാണ്. അതിന് അന്ന് നാഷണൽ അവാർഡാണ്, അതിൽ നാഷണൽ അവാർഡ് മാത്രമാണ് വടക്കൻ വീരഗാഥയ്ക്ക്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ബഡ്ജറ്റ് മുകളിൽ പോകുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏകദേശം ഒരു 80 ലക്ഷത്തിൻ്റെ ഒക്കെ ഒരു വാല്യൂ ആണ് 10 ലക്ഷത്തിന്, അല്ലെങ്കിൽ 1 കോടിയുടെ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അങ്ങോട്ട് എക്സസ് ആയിട്ടൊരു 10-20 രൂപ പോകുമെന്ന് പറയുമ്പോൾ അന്നൊരു നല്ലൊരു വീട് പറയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ മതി. അപ്പോൾ അച്ഛൻ പിന്നെ നോക്കണമെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇത് പരിപാടി ആർക്കും ഒരു ബാധ്യതയും വരുത്തരുത്, അത് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പണിതുകൊണ്ടിരുന്ന വീട് അങ്ങോട്ട് ടപ്പെന്ന് പറഞ്ഞത് വിൽക്കുക, അതിന്ന് പൈസ എടുത്ത് ഇപ്പുറത്താക്കുക. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീട്ടിൽ നമ്മളന്ന് VCR ഒക്കെയാണ്, VCR, TV, ഫ്രിഡ്ജ്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റേ ഈ ആഡുകളിലൊക്കെ കാണുമല്ലേ, ഈ TV ഒരു ഭാഗത്ത് ഒരു മറ്റേ ഷോക്കേസ് വരുന്നു, ഇങ്ങനെ നമ്മൾ ചുറ്റുപാടിരിക്കുമ്പോൾ ഇതിന് വരുന്നേരം ഉൾട്ടേ നടക്കണത് ഈ സാധനം. അപ്പം അങ്ങനത്തെ ഒരു അപ്പം ആ പരിപാടിയും കഴിഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ട്, ഈ സാധനം കിടക്കുന്നുണ്ട്, ഇത് നമ്മൾ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ അന്ന് നമുക്കൊരു ഭയങ്കര കൈത്താങ്ങെന്ന് വെച്ചാൽ അമ്മയുടെ ജോലിയാണ്. അപ്പോൾ അതിൽ അച്ഛൻ ഭയങ്കര നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ചില പഠിപ്പിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്, 2 പേര് നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കോംപ്രമൈസും. അപ്പോൾ എങ്ങനെയോ എവിടെയോ നമ്മൾ പറയില്ലേ, ഈ തിയേറ്ററിൽ ഇരുന്ന് കണ്ടുള്ള അപൂർവ സഹോദരങ്ങളും ന്യൂഡൽഹിയും രാജാവിൻ്റെ മകനും ഒക്കെ നമ്മൾ അന്നേ നമ്മുടെ തിയേറ്ററിനുള്ള ഒരു ഖ്യാതി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി തിയേറ്റർ എന്നാണ് പറയാം നമ്മുടെ തിയേറ്ററിന്. തൃശ്ശൂർ ഇപ്പോഴും വിഷുവിന് അറിയുമെന്നറിയില്ല. ഇപ്പം തൃശ്ശൂർ ഇപ്പം നമ്മുടെ രാംദാസ്, രാഗം, ജോസ്, സ്വപ്ന, കൈരളി തൃശ്ശൂർ പോയിട്ട് കുന്നംകുളംകാർക്കും ഗുരുവായൂരുകാർക്കും ഒക്കെ ഈ റിലീസ് കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പരിപാടി അവിടെ നിന്ന് മാറി സെൻറ്റർ ആദ്യമായിട്ട് കുന്നംകുളത്ത് കൊണ്ടുവച്ചത് എൻ്റെ ഫാദറാണ്. അത് ആദ്യമായിട്ട് അന്ന് എന്താ പറയുക റിലീസ് ചെയ്ത സിനിമയാണ് കാർണിവൽ. കാർണിവൽ സിനിമയാണ് ഇങ്ങനൊരു കഥയുണ്ട്. അത് റിലീസായ അന്നേക്ക് രാത്രി തന്നെ അവിടെ സ്ക്രീൻ കത്തിച്ചു. അത് ആരാ കത്തിച്ചതെന്ന് ഇന്നും അറിയില്ല. ആ സ്ക്രീൻ കത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിനടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റിൽ ഈ സ്ക്രീൻ കൊണ്ടുവന്നിട്ട് വീണ്ടും കെട്ടിക്കളിച്ച ആളാണ് ഫാദർ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പല ചരിത്രങ്ങളുണ്ട് ഇതിൻ്റെ പുറകിൽ. ഭയങ്കര മാസാണല്ലോ. അതെ, അത് മാസമാണ്. അപ്പോൾ മാസം അടിക്കുന്നിടത്ത് മാസം അടിച്ചിട്ടുണ്ട് മൂപ്പര്. അപ്പം അങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെ എങ്ങനെയാ അത് ഫ്ലൈറ്റിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉണ്ട്. അത് എനിക്കറിയില്ല, മൂപ്പര് അത് ഇങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ കുന്നംകുളം എ സെൻറ്റർ ആക്കുന്നത് പപ്പയാണ്. അപ്പോൾ കുന്നംകുളത്ത് ഇപ്പോൾ ഭാവന, ബൈജു, പിന്നെ നമുക്കുള്ളത് ജവഹറാണ്, മറ്റേ ഫ്ലൈറ്റ് ബസ് സ്റ്റാൻഡ് താഴെ അങ്ങറ്റത്ത്. അപ്പോൾ അങ്ങനെ കുന്നംകുളം ആക്കുന്നത്. അപ്പോൾ പിന്നെയാണ് ഇപ്പോഴാണ് പിന്നെ ഇതൊക്കെ പിന്നെ അങ്ങോട്ട് ഇതായത്. ഞാൻ പറഞ്ഞ 80കളുടെ കഥയാണ് ഞാനീ പറഞ്ഞേട്ടെ. പക്ഷെ അന്ന് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കണ്ണൂർ സ്കൂളിൽ ഗുണകരമായിട്ടുണ്ടാവും. നമുക്കറിയാം എവിടെ നായകൻ, എസ്പെഷ്യലി മമ്മൂക്ക, ലാലേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ, ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ കയ്യടിക്കുമെന്ന് എനിക്കറിയാം. എന്ത് പറഞ്ഞാലാണ് ഇവർ കയ്യടിക്കുക, ഏത് സമയത്ത് വരെയും കൊണ്ട് എന്ത് പറയണം എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ റോബിനെ പോലെ ഇങ്ങനെ നമ്മൾ ഈ ബുദ്ധനെ പോലെ ഒരാളിങ്ങനെ ഇരിക്കുകയാണല്ലോ. പുള്ളിക്ക് ക്ഷമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഏകദേശം ഒരു 10 മാസം 1 വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ എഴുതിയ ഡ്രാഫ്റ്റിൽ തന്നെ ആവശ്യമില്ലാത്തത് നിർദാക്ഷിണ്യം തള്ളാൻ പറയുക. അപ്പം എനിക്കന്നെങ്കിൽ എഴുതിയ സാധനം കളയാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓരോ സീനും പ്രിയപ്പെട്ടതാണ്. പിന്നെ അതോടനുബന്ധപ്പെട്ട് ഇത് റിപ്പീറ്റഡായിട്ട് വായിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ രഞ്ജി പണിക്കർ സാർ, രഞ്ജിത്തേൻ്റെ ഒക്കെ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചില സാധനങ്ങൾ നമുക്കറിയാം. അത് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ തമിഴ് പറയുന്നു, തിരിച്ച് മലയാളം പറയും, വർക്കാവുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എല്ലാം ഇത് കയറി കിട്ടി. പിന്നെ അതിനേക്കാളൊക്കെ എത്രയും മികച്ചതായിട്ട് റോബി എടുത്തു വെച്ചു. അത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഹത്തോണയും ബംബീഹമായിട്ട് കുതിച്ചു പായുന്ന ജീപ്പ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒരു ലോറി വരുന്നു, അതിനിടയിൽ തന്നെ ഒരു കാരണവശാലും കയറിപ്പോകാൻ പറ്റാത്ത ജീപ്പ്, പക്ഷേ അവിടെ നിന്ന് ജയൻ വേണ്ടാന്ന് പറയുമ്പോഴും അതിനെ വകവയ്ക്കാതെ മുമ്പോട്ട് ജീപ്പുമായി കുതിച്ചു പായുന്ന ജോർജ് എന്ന് എഴുതി വെച്ചാൽ മതി. പക്ഷെ അത് എടുക്കണമെങ്കിൽ അപ്പുറത്ത് ലോറി വരണം, ഇപ്പോൾ ഇവിടെ ലോറി പോകണം, ഈ ലോറി ഓവർടേക്ക് ചെയ്യണം, അങ്ങനെ വിഷ്വൽ ഇമേജറിയും കൂടി. പിന്നെ അത് നമുക്കുള്ളതിനേക്കാൾ ഒരുപാട് മുകളിലാണ് അയാൾ ഡയറക്ടറായി മാറിയത്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എല്ലാ ജീവിതത്തിനും ഒരു പരിസമാപ്തി എത്തി. ഇപ്പോൾ അച്ഛൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇത് വിജയിക്കുന്ന സമയത്ത് അച്ഛനമ്മ ഉണ്ടല്ലോ, അതല്ല ഏറ്റവും പ്രൈസ്ലെസ് മൊമെന്റ്. അതിന് മുകളിൽ വേറെ ഒന്നുമില്ല. അടുത്ത വ്യക്തി രാജേഷ് പിള്ളയാണ്. എനിക്ക് തോന്നുന്നു മരണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളൊരു വശം സംസാരിച്ചതും അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ശാസ്ത്രീയ ഭാഷ സംസാരിക്കാന്ന് വെച്ചാൽ സംസാരിച്ചതാവണമെന്നില്ല. ചിലപ്പോൾ ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ആ സമയത്ത് രാജേഷിന്റെ വളരെ അടുത്തൊരു സുഹൃത്തായ മാധ്യമപ്രവർത്തകൻ, ഞാനത് പേര് പറഞ്ഞില്ല, പുള്ളി പറഞ്ഞ റോണി ഇങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ മരണം സംഭവിച്ചത് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. അപ്പോൾ റോണി എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, രാജേഷേട്ടൻ ഈ കോക്ക് കുടിച്ചാണ് മരിച്ചതെന്നുള്ള സാധനം സിനിമയിലിടെ തന്നെ സിനിമാക്കാരനെ പറഞ്ഞ് നടക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പുള്ളി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഈ പറഞ്ഞ തന്നെ സിറോസിസിന് തന്നെ ആൽക്കഹോളിക് സിറോസിസും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ തായ് വഴി അല്ലെങ്കിൽ അമ്മ വഴി കിട്ടിയതാണ് ഈ അസുഖം, ഹെറിഡിറ്ററി ആയിട്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ ഒരു കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വ്യായാമമില്ലായ്മയും അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൂടി വരും. പക്ഷെ ഇതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി പറയാണ്, ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിഷ്ണുവിൻ്റെ ബാങ്കിൽ 500 കോടി ഉണ്ടെങ്കിൽ വിഷ്ണു സമ്മതിക്കില്ലെങ്കിൽ വിഷ്ണു മരിക്കും. വിഷ്ണുവിൻ്റെ ബാങ്ക് ബാലൻസ് 500 കോടി എന്ന് വിചാരിക്കാം. പക്ഷെ വിഷ്ണു പറയണ ചേട്ടാ എനിക്ക് പേടിയാണ്, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പം എനിക്ക് അന്നാ മനസ്സിലായത് ചിലർക്ക് ഇങ്ങനെ ഭയമുണ്ട് എന്നുള്ളൊരു സാധനം, സർജറിയോട് ഭയമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കമലഹാസൻ സാറാണെന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്ത് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ രാജേഷേട്ടനെ പറഞ്ഞ പോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധം ഭയങ്കരമായിട്ട് കുറയും, ശരീരത്തിൻ്റെ പ്രതിരോധം. അപ്പം അതും കൂടി വന്നു കഴിഞ്ഞ് പുള്ളിക്ക് ആ വേട്ട എന്നുള്ള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇരുന്ന് പിന്നെ പുള്ളി അങ്ങോട്ട് ഭയങ്കരമായിട്ട് മോശമായി. ട്രിവാൻഡ്രത്തെ എൻ്റെ വർക്കിനൊക്കെ പോയിട്ട് വന്നതോട് ഭയങ്കരമായിട്ട് മോശമായി. പുള്ളിയുടെ എത്തുമ്പോഴേക്കും പുള്ളി സെപ്റ്റിസീമിയ അടിച്ചു. പുള്ളിയുടെ ശരീരത്തിൽ ഒരുപാടടുത്ത് പഴുപ്പും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും വന്ന് പിന്നെ കിടന്നപ്പോഴേക്കും പുള്ളി റിക്കൂപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. രാജേഷ് പക്ഷേ റോണിക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ വേഷം ഉണ്ടല്ലോ ട്രാഫിക്കിൽ, അത് വളരെ ക്രൂഷ്യലാണ്. വളരെ ക്രൂഷ്യൽ ഇൻ ദ സെൻസ് ഒരു സൂപ്പർ സ്റ്റാറും ആ മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഒരു പൊള്ളത്തരം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വേണം. അത് കൺസിഡറബിളി തുടക്കക്കാരനും കൂടിയാണ്. അപ്പോൾ സഞ്ജയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന വേഷം ഇപ്പം പറഞ്ഞതിന് വിവാദമാവും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സഞ്ജയേട്ടന് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു പൊട്ടൻഷ്യലിൽ വിശ്വാസമുള്ള ഒരാളാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ പെട്ടെന്ന് ഞാനിപ്പോൾ കള്ളം പറഞ്ഞാൽ പോലും ഞാൻ കള്ളം പറയാൻ പോണെന്ന് വിഷ്ണുവിന് മനസ്സിലാവും.
ഓക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. ഇപ്പൊ വിഷ്ണു പറയാണ് ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ദേഷ്യം വന്നു. അത് മുഖത്തറിയാം. മുഖത്തറിയാം. കറക്റ്റ്. അതാണ് എന്റെ പ്രശ്നം. അതാണ് എന്റെ പ്രശ്നം. നമ്മൾ മിണ്ടി അപ്പൊ എന്റെ അടുത്ത് എന്റെ വൈഫ് പറയും വെറുതെ എല്ലാം നടനായി മാറിയെന്ന് പറയും. കാരണം വെച്ചാല് അത് പറയണ്ട. അപ്പൊ വിഷ്ണു പറയും ഇയാളെന്ത് ഇങ്ങനെ. അപ്പൊ നമ്മളൊന്നും മിണ്ടില്ല പോലും. അപ്പോൾ സഞ്ജേട്ടൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു ഓഡിഷൻ പോലെ എടുക്കണേക്കുള്ള ഒരു സഞ്ജേട്ടൻ കുറേ സംസാരിച്ചപ്പോൾ എന്നെ എന്ന് കാസ്റ്റ് ചെയ്ത സഞ്ജേട്ടൻ കാസ്റ്റ് ചെയ്യുന്നത് അനൂപേൻ്റെ ക്യാരക്ടറിനായിരുന്നു. അനൂപേൻ്റെ ക്യാരക്ടറിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ രാജേഷേട്ടനും ശരിക്കും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. പിന്നെ രാജേഷേട്ടൻ ആ പടം ഒന്ന് തട്ടേക്കയറ്റാൻ വേണ്ടി പലയിടത്ത് പറയുന്നു, പല പ്രൊഡ്യൂസേഴ്സും മാറിക്കളയുന്നു. ഞാൻ തന്നെ കാലിക്കറ്റുള്ള വലിയൊരു കമ്പനി, ഞാൻ പറയണില്ല, ഇപ്പോൾ ആ കമ്പനിയിൽ ഞാൻ പറഞ്ഞ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് വരാന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് കൊണ്ട് മാറിക്കളഞ്ഞു. അങ്ങനെ എന്തൊക്കെയോ പല ഇൻസിഡൻസ് ഒരുപാട്. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞ് അപ്പൊ ഞാൻ എന്നിട്ട് അവസാനം വിളിച്ച് അല്ല റോണി ഇത് ശരിയൊന്നുമല്ല, മൂപ്പരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാന്നുള്ള പടമൊക്കെ വളരെ ബോറാണ്. ഞാൻ പറഞ്ഞു ഭായി നിങ്ങള് വന്നൊന്ന് കേക്ക്, നിങ്ങൾ ചെയ്യണ്ട, പക്ഷെ നിങ്ങളിത് ഇത്രയും വരാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ് ഇത്രയും ആഴ്ചകളായിട്ട് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇൻസൾട്ടല്ലേ. അല്ലെ വെറുതെ പിന്നെ എന്താ നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിൽ പിന്നെ അവിടെ വരേണ്ട കാര്യം എന്താ, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, അല്ല എന്തിനാ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ വരെ പോയി. പിന്നെ രാജേഷേട്ടൻ ആ സമയത്ത് അടുത്ത് പറഞ്ഞടാ ഞാൻ ഇത്രമാത്രം ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ആ വേഷം തന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പ്രശ്നം വന്നാൽ അതും കൂടി ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഞ്ജേട്ടൻ അത്രയും അങ്ങനെ ഈ പോലീസ് വേഷങ്ങളെ എങ്ങനെയോ. എൻ്റെ പിന്നെ ഫസ്റ്റ് പോലീസ് വേഷം എന്ന് പറഞ്ഞത് അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേഷമായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ലാലു ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് ACP ടോണി വർഗീസിനുള്ള കേട്ടത്. അയാളെ ഞാൻ തമ്മിൽ അതും ബോബി ചേട്ടനും സഞ്ജേട്ടൻ്റെയാണ്. സഞ്ജേട്ടനും ബോബി ചേട്ടനും എന്നെ നമുക്ക് പടം ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു. അയാളെ ഞാൻ തമ്മിൽ നിർണായകം ഇന്നലെ വരെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയ ഒരു വലിയ വിജയം നേടിയ ഒരു കുറ്റാന്വേഷണ സിനിമയിൽ ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് റോണി ചേട്ടൻ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിൽ റോണി ചേട്ടൻ അഭിനയിച്ചിട്ടില്ല. മനസ്സിലായോ? വളരെ അടുപ്പമുള്ളവരാണ് അതിന്റെ ചുറ്റുമുള്ളവരെല്ലാവരും. പക്ഷെ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു സിനിമയിൽ റോണി ചേട്ടന് ഭാഗമാവാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള കഥാപാത്രം. മനസ്സിലായി. അങ്ങനെ അത് പിന്നെ എന്താ പറയാ യൂസ് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്, എന്നെ അങ്ങനെ കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ അങ്ങനെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അല്ല വിഷ്ണു എന്താ കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി അഭിനയിക്കാനുള്ള കൊതിയാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ എനിക്ക് ഇപ്പോൾ വിഷ്ണു ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു കഥാപാത്രം പറയാണ്. മേ ബി ഇത് ആൾക്കാർക്ക് ഇത് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാം, അഹങ്കാരമായിട്ട് തോന്നാം. വിഷ്ണു ഇപ്പോൾ ഒരു കഥാപാത്രം പറയണം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ താഴെ ഈ ഫ്ലോറിൻ്റെ താഴെ ഒരു എന്താ പറയുക ഒരു ചെറു ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു മനുഷ്യൻ, മേ ബി ഒരു പാൻകട നടത്തുന്ന ഒരാളായിരിക്കാം, ചായക്കട നടത്തുന്ന ആളായിരിക്കാം. ആ ചായക്കട നടത്തുന്ന ആ കടയിൽ ഒരു 3 മിനിറ്റ് നേരത്തെ ഒരു കോൺവെർസേഷൻ വിഷ്ണുവിൻ്റെ അടുത്ത് എഴുതിത്തരാൻ പറഞ്ഞു ഞാനിപ്പോൾ എഴുതിത്തരാം. അവിടെ എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നത്, ആരൊക്കെ തമ്മിൽ എന്ത് കോൺവെർസേഷൻ നടക്കും, എന്തൊക്കെ എക്സ്ചേഞ്ചുകൾ നടക്കും, എനിക്ക് എഴുതിത്തരാൻ പറ്റും. അപ്പോൾ ചിലയിടത്ത് നമ്മളോട് ചോദിക്കും ഇങ്ങനെ എന്ന് വെച്ചാൽ വിഷ്ണു പറഞ്ഞ പടത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അത് എനിക്ക് വിഷ്ണു എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പം അതിനകത്ത് ഒരു മുഖ്യ കഥാപാത്രം എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തികളിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞു അത് നല്ല സജഷനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനൊരു പരിപാടി നമുക്കത് പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു, അതിങ്ങനെ ഒരു പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അത് ചെയ്ത് അതിങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഓക്കെ പറഞ്ഞ് പിന്നെ ബാക്കി അതിൻ്റെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം അതിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ്. അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെ മറ്റേ അയാൾ ചെയ്യുന്ന ഹാംഫുൾനെസ് എന്താണ്, അയാൾ എങ്ങനെ കൊല്ലണം, ആ കൊല്ലുന്ന രീതി എന്താണ്, അതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ കുറേ 10-12 സീനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തോട്ടേന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അപ്പോൾ ആ പരിപാടി പിന്നെ നമ്മളതിൻ്റെ ആ കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടി ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ വഴിയിൽ കുത്തിയിരിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ അപ്പോൾ അങ്ങനെ വെച്ചാൽ അങ്ങനത്തെ ഒരു കഥ ഞാൻ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസിൽ മനസ്സിലായി. അപ്പം അങ്ങനെ പോയിരുന്നിട്ട് അവസാനം പിന്നെ ഇതില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നൊരു തകർച്ചയുണ്ട്. അപ്പോൾ ഇത് ഒരു തവണ ഷൈൻ ടോമിൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ തനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോമിൻ്റെ അടുത്ത് ഈ കഥ എൻ്റെ അടുത്ത് പറയാം. എന്നിട്ട് ഷൈൻ ടോം ചിരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷൈനെ നമ്മളിവിടെ ബന്ധം വെച്ച് പറയാണ്, അത് എനിക്ക് ഭയങ്കര വേദനാജനമായ ഒരു കഥയാണത്. ഷൈൻ ഈ കാര്യം എൻ്റെ അടുത്ത് ഇനി പറഞ്ഞാൽ എൻ്റെ സ്വഭാവമായിരിക്കില്ലാട്ടെന്ന് പറഞ്ഞു. അവിടെ നിർത്തി. അങ്ങനെയുള്ള ബന്ധമൊക്കെ ഉണ്ട് ഞങ്ങളുടെ മുമ്പിൽ.
കാരണം നിനക്ക് നിൻ്റെ അടുത്ത് പറഞ്ഞവനത് എന്ത് രീതിയിലാണ് പറഞ്ഞത് എനിക്കറിയില്ല. നിനക്ക് ഭയങ്കര ഹാസ്യമായിട്ട് തോന്നിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് എനിക്ക് ഹാസ്യമേ വരില്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡെന്ന് നീ പറഞ്ഞത്. പക്ഷേ ഇനി എൻ്റെ അടുത്ത് ആവർത്തിക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ വിഷ്ണു പറഞ്ഞ സംഭവം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെങ്ങനെ വിഷ്ണു കണ്ട് വളരെ ചുരുക്കം പേർക്ക് അറിയാവുന്നൊരു പരിപാടിയാണത്. അല്ല, ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണൂർ സ്കോഡിന് ഗുണകരമായിട്ടുണ്ട്. എനിക്ക് നമുക്കതങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി പ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കാവും എന്നുള്ള കാര്യമൊക്കെ. ബേസിക്കലി ആ കൊലക്കേസ് എന്ന് പറയണത്, നമ്മുടെ യഥാർത്ഥത്തിൽ നടന്ന ആ കൊലക്കേസ് എന്ന് പറയണത് ബോംബെ വരെ ഈ ടീം പോയി, ജീപ്പിൽ പോയി, പിന്നെ അവിടെ നിന്ന് ഒരു ട്രെയിനിൽ മറ്റൊരു ബസ്സിൽ ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് അവിടെ ഇറങ്ങി പിടിച്ചു. ഇതാണ് ഇതിൻ്റെ പരിപാടി. പക്ഷേ ആ 16 ദിവസം നടക്കുന്ന ആ യാത്ര ഒരിക്കലും അവരെ പിടിക്കാൻ പറ്റുന്ന ഒരു മറ്റേ ഇതിൻ്റെ പോലീസിലെ ഉന്നത അധികാരികൾ പോലും പ്രതീക്ഷയില്ല. അതാണ് ആ കേസിൻ്റെ പഞ്ച്. അപ്പോൾ നമുക്കന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറേ പേരൊക്കെ ഭയങ്കര നിർദാക്ഷിണ്യം പറയുന്നുണ്ട്, ഇത് തീരേണ്ട റീമേക്ക് അല്ലേ. നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതെങ്ങനെ തീരേണ്ട റീമേക്ക്? നമുക്ക് എന്തെങ്കിലും പറയണമല്ലോ, നമുക്ക് ക്രോസ് കൺട്രി പെർസ്യൂട്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കൊലപാതകം നടത്തി പോകുന്ന പ്രതികളെ അവിടെ ചെന്ന് പൊക്കിയിട്ട് വരുന്നതാണല്ലോ അതിൻ്റെ പരിപാടി.